ഇന്ന് നമുക്ക് അക്കൗണ്ടിങ്ങിലെ 9ാമത്തെ മോഡ്യൂളിലെ സോട്ട് അനാലിസിസിനെ കുറിച്ച് പഠിക്കാം. ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എത്രത്തോളമാണെന്നും ഓർഗനൈസേഷൻ നേരിടേണ്ടി വരുന്ന ത്രെഡ്സും ഓപ്പർച്യൂണിറ്റീസും എന്തൊക്കെയാണെന്നും അനലൈസ് ചെയ്യുകയാണ് സോട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. എസ് എന്ന് പറഞ്ഞ സ്ട്രെങ്ത്ത്, ഡബ്ല്യു എന്ന് പറഞ്ഞ വീക്ക്നെസ്, ഒ എന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റി, ടി എന്ന് പറഞ്ഞ ത്രെഡ്സ്. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഓപ്പർച്യൂണിറ്റിയും ത്രെഡും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ആണ്. ഇനി സ്ട്രെങ്ത്ത് എന്താണെന്നും പഠിക്കാം. എല്ലാ ഓർഗനൈസേഷനും ചില സ്ട്രെങ്ത്ത് പോയിന്റ് ഉണ്ടായിരിക്കും. അത്തരം എലമെൻ്റ് ആണ് സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്ട്രോങ് ഫിനാൻഷ്യൽ പൊസിഷൻ, പ്രൊഡക്റ്റ് അറ്റ് റീസണബിൾ പ്രൈസ്. ഇനി വീക്ക്നെസ് എന്താണെന്ന് പഠിക്കാം. ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത്ത് ഉള്ളതുപോലെ തന്നെ വീക്ക്നെസ്സും ഉണ്ടാവും. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ കുറവ്, സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക. ഇനി ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് പഠിക്കാം. ഒരു ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഗവൺമെൻറ് പോളിസീസ്, ഇൻഡസ്ട്രിയൽ പോളിസീസ്, മോണിറ്ററി പോളിസീസ്, ഇവയൊക്കെ ചേഞ്ച് ആകുന്നതിലൂടെ ഓപ്പർച്യൂണിറ്റിയും ഡേ ബൈ ഡേ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഇനി നമുക്ക് ത്രെഡ്സ് പഠിക്കാം. ത്രെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് പോലെ തന്നെ ത്രെഡ്സും എക്സ്റ്റേണൽ എലമെൻ്റ് തന്നെയാണ്. ഈ സിഗ്നൽസിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യണം. ദസ് ആർ ഡേഞ്ചർ സിഗ്നൽ. ഇത്തരം ഡേഞ്ചർ സിഗ്നൽ അവഗണിക്കുന്നതിലൂടെ കമ്പനിക്ക് ലോസ് ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ഡേഞ്ചർ സിഗ്നൽസിനെ പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്ത് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുത്താൽ കമ്പനിക്ക് ഉണ്ടാകുന്ന ലോസ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റിസ്ക്കും കുറയ്ക്കാൻ സാധിക്കും. അതാണ് ത്രെഡ്സ് എന്ന് പറയുന്നത്.